റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് വീണ്ടും തന്നെ തിരികെ എത്തിക്കാൻ ശ്രമം നടത്തുന്നതായി യുദ്ധത്തിൽ പരിക്കേറ്റ് തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി ജെയിൻ കുര്യൻ. സർക്കാരുകളോട് വീണ്ടും സഹായം അഭ്യർത്ഥിച്ച് ജെയിൻ കുര്യൻ മോചനത്തിനായി സഹായിക്കണമെന്നും പ്രധാനമന്ത്രി വിഷയത്തിൽ ഇടപെടണമെന്നുമാണ് ജെയിനിന്റെ ആവശ്യം. From Kerala. Right now I am in the Russian army. I had an accident in January 2025. Still I am admitted in a hospital in Moscow. Me and my brother-in-law arrived in Russia in April 4th, 2024 for a job in a canteen. After that we recruited in a Russian army without our consent and sent to the war field. On January 4th, 2025, my brother-in-law died in a drone attack and I was admitted in the hospital with a serious injury. My 1-year contract with the Russian army will finish on 14th April 2025, but it is likely to be renewed by Russian military without our permission. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, ഏറെ ഭീതിപ്പെടുത്തുന്ന ഒരു സന്ദേശം തന്നെയാണ്. തങ്ങളുടെ കോൺട്രാക്ട് അവസാനിച്ചു തന്നെ, എന്നിട്ടും വീണ്ടും അത് പുതുക്കാനുള്ള ശ്രമം നടക്കുന്നു. ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്, ഗുരുതരമായി പരിക്കേറ്റു എന്നതടക്കമാണ് അദ്ദേഹം ആ വീഡിയോ സന്ദേശത്തിൽ പറയുന്നത്. ഇപ്പോൾ എന്താണ് റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉള്ള കൂലിപ്പട്ടാളത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കം? ഔദ്യോഗികമായ ഒരു രേഖാമൂലമുള്ള അറിയിപ്പ് ജെയിൻ കുര്യന് ലഭിച്ചിട്ടില്ല. പക്ഷേ റഷ്യയിലുള്ള മോസ്കോയിലുള്ള പട്ടാള ഉദ്യോഗസ്ഥരും ആശുപത്രി അധികൃതരും പറഞ്ഞത് പ്രകാരമാണ് ജെയിൻ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും സഹായം വീണ്ടും ആവർത്തിച്ച് അഭ്യർത്ഥിക്കുകയാണ് ജെയിൻ കുര്യൻ. നമുക്കറിയാം, ജോലി തട്ടിപ്പിനിരയായി മനുഷ്യക്കടത്തിന് വിധേയനായി റഷ്യയിൽ അകപ്പെടുകയും ഉക്രൈനുമായുള്ള യുദ്ധമുഖത്ത് വിന്യസിക്കപ്പെടുകയും ചെയ്ത ഒട്ടേറെ ഇന്ത്യക്കാരിൽ ഒരാളാണ് ജെയിൻ കുര്യൻ. ജെയിനൊപ്പം ഉണ്ടായിരുന്ന സഹോദരി ഭർത്താവ് ബിനിൽ ബാബു ജനുവരി 5-നാണ് ഉക്രൈനുമായുള്ള യുദ്ധത്തിനിടെ ഷെല്ലാക്രമണത്തിൽ മരണപ്പെട്ടത്. ഷെല്ലാക്രമണത്തിൽ ബിനിൽ മരിച്ച വിവരം തൊട്ടടുത്ത ദിവസം മാത്രം യുദ്ധമുഖത്ത് എത്തിയപ്പോഴാണ് ജെയിൻ കുര്യൻ തിരിച്ചറിയുന്നത്. ആ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിനിടെ ഷെല്ലാക്രമണത്തിൽ ജെയിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. നാഭിയിലാണ് ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റ് കടുത്ത വേദനയോടുകൂടി കഴിഞ്ഞെങ്കിലും ഒരു ദിവസത്തിന് ശേഷം മാത്രമാണ് ജെയിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ പട്ടാള ഉദ്യോഗസ്ഥർ തയ്യാറായത്. ഇതിനുശേഷം ഏറെ നാളത്തെ ചികിത്സ, ഏകദേശം 3 മാസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ആരോഗ്യനില മെച്ചപ്പെടുത്താൻ യുവാവിനായത്. ഇതിനിടയിലാണ് കഴിഞ്ഞ ഏപ്രിലിൽ ഇദ്ദേഹത്തിന്റെ കൂലിപ്പട്ടാളവുമായുള്ള 1 വർഷത്തെ കരാർ അവസാനിക്കുകയും ചെയ്തത്. പക്ഷേ ചികിത്സ പൂർത്തിയാക്കി മുൻപ് തന്നെ വീണ്ടും യുദ്ധമുഖത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് ജെയിൻ പറയുന്നത്. നമ്മളോട് നേരത്തെയും ജെയിൻ സംസാരിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഔദ്യോഗികമായ ഒരു രേഖാമൂലമുള്ള ഒരു അറിയിപ്പോ മറ്റൊന്നും ലഭിച്ചില്ല. പക്ഷേ നേരിട്ട് തന്നെ പട്ടാള ഉദ്യോഗസ്ഥർ വന്ന് തന്നെ വീണ്ടും മിലിറ്ററി ക്യാമ്പിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായാണ് ജെയിൻ ഇപ്പോൾ പറയുന്നത്. ഈ പട്ടാളവുമായുള്ള കരാർ അവസാനിച്ചെങ്കിലും ചികിത്സ പൂർത്തിയാക്കിയില്ലെങ്കിലും ഈ സാഹചര്യങ്ങളൊന്നും പരിഗണിക്കാതെയാണ് മോചനം കാത്ത് കഴിഞ്ഞിരുന്ന, ഏറെ പ്രതീക്ഷയോടെ കഴിഞ്ഞിരുന്ന യുവാവിന് ഇപ്പോൾ തിരിച്ചടിയായി പട്ടാളത്തിലേക്ക് മടങ്ങണമെന്നുള്ള ഒരു നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത്. ഈ ഘട്ടത്തിലും സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും പ്രധാനമന്ത്രിയുടെയും ഒക്കെ സഹായം അഭ്യർത്ഥിക്കുകയാണ് ജെയിൻ. നാട്ടിലേക്ക് മടങ്ങാമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഇതുവരെ യുവാവ്. പക്ഷേ ഇപ്പോൾ കനത്ത തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ജനുവരി 5-ന് ഷെല്ലാക്രമണത്തിൽ മരിച്ച ബിനിലിന്റെ മൃതദേഹം ഇനിയും നാട്ടിലെത്തിക്കാൻ സർക്കാരുകൾ ഇടപെട്ടിട്ടും സാധിക്കാത്തൊരവസ്ഥ. ബിനിലിന്റെ മൃതദേഹം എത്തിക്കാനും സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടികൾ ഫലപ്രദമാകുന്നില്ല എന്നുള്ളതാണ് ജെയിനുമായി സംസാരിക്കുമ്പോൾ പറയുന്നത്. ഏതായാലും അത്യന്തം ഗുരുതരമായ സാഹചര്യങ്ങളിലൂടെയാണ് ഈ യുവാവ് വീണ്ടും കടന്നു പോകുന്നത്. 2 വട്ടമാണ് ഇദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് തിരികെ മടങ്ങാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് വീണ്ടും തന്നെ തിരികെ എത്തിക്കാൻ ശ്രമം നടത്തുന്നതായി യുദ്ധത്തിൽ പരിക്കേറ്റ തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി ജെയിൻ കുര്യൻ വീഡിയോ സന്ദേശത്തിലൂടെയാണ് ഇക്കാര്യം നമ്മളോട് വ്യക്തമാക്കിയത്.